ഇന്നത്തെ മോർണിംഗ് ഷോയിൽ വന്ന വാർത്തയായിരുന്നു. തൃപ്പൂണിത്തുറയിൽ ജീവിത സായന്തനത്തിലെത്തിയ ഒരു കിടപ്പ് രോഗിയെ മകൻ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു എന്ന വാർത്ത നമ്മുടെ സാംസ്കാരിക കേരളത്തിന് വലിയ ഞെട്ടലുണ്ടാക്കിയ വാർത്തയായിരുന്നു അത്. മകൻ, അദ്ദേഹത്തിന് 3 മക്കളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ 3 പേർക്കും ഇദ്ദേഹത്തിൽ താല്പര്യമില്ല. മകനായിരുന്നു അവസാനം ഉണ്ടായിരുന്നത്, അയാളും കടന്നു കളഞ്ഞു. അവസാനം അനാഥമാക്കപ്പെട്ട ഈ പിതാവിൻ്റെ, ഈ സായന്തനത്തിലെത്തിയ ഈ വയോധികൻ്റെ വാർത്ത ശ്യാംകുമാർ രാവിലെ മോർണിംഗ് ഷോയിൽ സംപ്രേഷണം ചെയ്തതോടെ ആരോഗ്യവകുപ്പും അതുപോലെ പോലീസും അതുപോലെ മുനിസിപ്പാലിറ്റിയും ഒക്കെ ഇടപെട്ട് അദ്ദേഹത്തിന് അഭയം നൽകിയായിരുന്നു. ഏറ്റവും അവസാനം ഈ പ്രശ്നത്തിൽ ഒരു അടിയന്തര അന്വേഷണത്തിന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉത്തരവിട്ടു എന്ന വാർത്ത വരുന്നു. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം വിനീത വി ജി തത്സമയം ചേരുന്നു. വിനീത, വിവരങ്ങൾ. എസ് കെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇന്ന് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത്, അതിന് പിന്നാലെ പോലീസ് ആ മകനെതിരെ കേസെടുത്തു, മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു. ഇപ്പോൾ ഇതാ സാമൂഹ്യനീതി വകുപ്പും കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയിൽ കിടപ്പിലായ പിതാവിനെ മകൻ ഉപേക്ഷിച്ച സംഭവത്തിൽ അടിയന്തര നടപടിയെടുക്കാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മന്ത്രി ആർ ബിന്ദുവിന്റെ നിർദ്ദേശമുള്ളത്. സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടറോടും അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലാ സാമൂഹ്യനീതി ഓഫീസറോടുമാണ് മന്ത്രി ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മകനെതിരെ നടപടികൾ സ്വീകരിക്കാൻ ഈ ട്രിബ്യൂണൽ പ്രൈസിഡിംഗ് ഓഫീസറായ ഫോർട്ട് കൊച്ചി സബ് കളക്ടർക്കും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സംഭവം മനസ്സിനെ ഞെട്ടിക്കുന്നതാണെന്നും ഈ വയോധികന്റെ സംരക്ഷണം ഉറപ്പാക്കണമെന്നും മന്ത്രി ഇപ്പോൾ ആ നിർദ്ദേശത്തിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. എസ് കെ ഉണ്ണി കാർത്തികേയൻ പറഞ്ഞു. ഗുഡ് ഈവനിങ് എസ് കെ. ഗുഡ് ഈവനിങ് ഉണ്ണി കാർത്തികേയൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SPO സ്പെഷ്യൽ പോലീസ് ഓഫീസർ ഡ്യൂട്ടി നോക്കിയ എക്സ് സർവീസ്മെന്മാർക്ക് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പൈസ കിട്ടുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.